നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ജർമ്മനിയിൽ ട്രക്ക് ഡ്രൈവർമാരായി എത്തിയ മലയാളികൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം ഇപ്പോൾ ഗൗരവകരമായിരിക്കുകയാണ്. ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസുകൾ പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ, അതായത് തമിഴ്നാട്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ സംഘടിപ്പിച്ചവ ജർമ്മൻ അധികൃതർ കർശനമായ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ് ഇതിന് പ്രധാന കാരണം. ഇതിനെക്കുറിച്ചുള്ള ഒരു വിശദമായ വിവരങ്ങൾ അടങ്ങിയ ഒരു എക്സ്ക്ലൂസീവാണ് പ്രതിപാദിക്കുന്നത്. ജർമ്മനിയിലെ മലയാളി ഡ്രൈവർമാരും ലൈസൻസ് പ്രതിസന്ധിയും അതിനെപ്പറ്റിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കിയാൽ, നിലവിൽ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന പല മലയാളി ഡ്രൈവർമാരും ലൈസൻസ് വേരിഫിക്കേഷൻ നടപടികളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിന്റെ പ്രധാന കാരണങ്ങളും പരിഹാരങ്ങളുമാണ് ഞങ്ങൾ പറയുന്നത്. എന്തുകൊണ്ട് വ്യാജൻ എന്ന മുദ്ര കുത്തപ്പെടുന്നു മലയാളി ഡ്രൈവർമാർ? പ്രത്യേകിച്ച് നിലവിൽ ജർമ്മനിയിൽ ഒട്ടനവധി ഡ്രൈവർ വേക്കൻസികൾ, അത് എൽകാവി ഓടിക്കാനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കുമായി ഡ്രൈവർമാരുടെ ഒട്ടനവധി വേക്കൻസികൾ ഉള്ളപ്പോൾ നിരവധി മലയാളികൾ ജർമ്മനിയിൽ ഡ്രൈവർമാരായി എത്തുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ ഇപ്പോൾ വലിയൊരു പ്രശ്നം ഉണ്ടായിരിക്കുകയാണ്. മൈസൂർ അല്ലെങ്കിൽ കർണാടക അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ലൈസൻസ് സ്കാമാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനം. അടുത്ത കാലത്തായി മൈസൂർ അല്ലെങ്കിൽ ബംഗളൂരു തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ടെസ്റ്റിൽ പങ്കെടുക്കാതെ ഏജന്റുമാർ വഴി ലൈസൻസ് എടുത്ത വലിയൊരു സംഘത്തെ കേരള മോട്ടോർ വാഹന വകുപ്പ് തന്നെ കണ്ടെത്തിയിരുന്നു. ഈ വിവരം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടത് ജർമ്മൻ അധികൃതർക്കിടയിലും ഇന്ത്യൻ ലൈസൻസുകളെ കുറിച്ച് സംശയം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇതാണ് അടിസ്ഥാന കാരണം. സിസ്റ്റത്തിലെ പൊരുത്തക്കേടുകൾ, അതായത് ഇന്ത്യയിലെ പരിവാഹൻ പോർട്ടലിൽ ലൈസൻസ് വിവരങ്ങൾ കൃത്യമായി അപ്ഡേറ്റ് ആയിട്ടില്ലെങ്കിൽ ജർമ്മനിയിലെ ഫാർ എർലൗബനസ് ബെഹേർഡ്, അതായത് ഡ്രൈവിംഗ് ലൈസൻസ് ഓഫീസ് പരിശോധിക്കുമ്പോൾ ഇത് വ്യാജമായി കണക്കാക്കുന്നു. ഇതാണ് ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായ ഒരു കാരണം. പിന്നെ അടുത്തത് സീലും അതിന്റെ മാറ്റവും തീയതിയും ഒക്കെയാണ്. പഴയ പേപ്പർ ലൈസൻസുകളിൽ നിന്നോ ബുക്ക്ലെറ്റുകളിൽ നിന്നോ സ്മാർട്ട് കാർഡിലേക്ക് മാറുമ്പോൾ ഉണ്ടാകുന്ന തീയതി വ്യത്യാസങ്ങളും ഉദ്യോഗസ്ഥരിൽ സംശയങ്ങൾ ഉളവാക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഹോളോഗ്രാം ഇതിൽ ചേർത്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ ഒരു സംശയകരമായി ജർമ്മൻ അധികൃതർക്ക് തോന്നുന്നത്. ഇത് വ്യാജമാണെന്നാണ് ഇവർ പറയുന്നത്. അതേസമയം ജർമ്മനിയിലെ നിയമം എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ജർമ്മനിയിൽ 6 മാസത്തെ കാലാവധിയിൽ ഒരു നോൺ EU രാജ്യത്ത് നിന്ന് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കാൻ അനുവാദമുള്ളൂ. ഇതിനിടയിൽ ഈ ലൈസൻസുകൾ ഉംഷ്രൈബൻ ചെയ്യണം, അതായത് മാറ്റി എടുക്കണം. ഈ കാലാവധിക്കുള്ളിൽ ഇന്ത്യൻ ലൈസൻസ് ജർമ്മൻ ലൈസൻസിലേക്ക് മാറ്റണം എന്നാണ് ഇവിടുത്തെ നിയമം. ഇതിനായി ഇന്ത്യയിലെ ഒറിജിനൽ ലൈസൻസ് അധികൃതർക്ക് കൈമാറേണ്ടി വരും. അവർ ഇത് സൂക്ഷ്മ പരിശോധനയ്ക്കായി അയക്കും. ഈ പരിശോധനയിൽ, അതായത് വേരിഫിക്കേഷനിൽ ലൈസൻസ് വ്യാജമാണെന്ന് സംശയം തോന്നിയാൽ അവർ ഇത് ഇന്ത്യൻ എംബസിയിലേക്കോ അല്ലെങ്കിൽ നേരിട്ട് ഇന്ത്യയിലെ RTO ഓഫീസിലേക്കോ അയച്ച് സ്ഥിരീകരണം തേടും. ഇതിന് തന്നെ മാസങ്ങൾ എടുക്കും. ഇനി പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? പരിവാഹൻ വെബ്സൈറ്റ് പരിശോധിക്കുക. നിങ്ങളുടെ ലൈസൻസ് വിവരങ്ങൾ പരിവാഹൻ സൈറ്റിൽ സെർച്ച് ചെയ്താൽ കൃത്യമായി കാണുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇനി ഒറിജിനൽ രേഖകൾ കയ്യിൽ ഉണ്ടെങ്കിൽ പോലും, അത് വെറും കാർഡ് ആണെങ്കിൽ പോലും, പഴയ ലൈസൻസിന്റെ കോപ്പികൾ അതെടുത്ത് അതുമായി ബന്ധപ്പെടുത്തിയ രസീതുകൾ തുടങ്ങിയ കാര്യങ്ങളുമായി ഒന്ന് കൃത്യമാണോ എന്ന് മനസ്സിലാക്കേണ്ട ഒരാവശ്യം കൂടിയുണ്ട്. ഇത് കൃത്യമാണെന്ന് കൃത്യമാണെങ്കിൽ അത് സത്യസന്ധത ഉള്ള അല്ലെ സത്യസന്ധമായ ഡ്രൈവിംഗ് ലൈസൻസ് ആണെന്ന് നമുക്ക് തന്നെ തെളിയിക്കാൻ പറ്റും. ഇനി ഇതിന് നിയമസഹായത്തിന് പോവുകയാണെങ്കിൽ, യഥാർത്ഥമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ ജർമ്മനിയിലെ ഒരു അഭിഭാഷകൻ വഴി, അതായത് അൻവാൾട്ട് വഴി അധികൃതർക്ക് മറുപടി നൽകുക. ലൈസൻസ് ഒറിജിനൽ ആണെന്ന് തെളിയിക്കുന്ന ഇന്ത്യൻ RTOയിൽ നിന്നുള്ള ഔദ്യോഗിക കത്തുകളും ഇതോടൊപ്പം ഹാജരാക്കാം. ഇനി ഇത് ഇങ്ങനെയുള്ള ലൈസൻസുകൾ വ്യാജമാണെന്ന് വ്യാജമാണെന്ന് കണ്ടെത്തിയാലും ഇനിയും വ്യാജമാണെന്ന് തെളിഞ്ഞാൽ ജർമ്മനിയിൽ കടുത്ത ശിക്ഷാ നടപടികളാണ് നേരിടേണ്ടി വരിക. ഇപ്പോൾ വ്യാജ ലേബലിൽ പിടിക്കപ്പെടുന്നവരുടെ ഒക്കെ തന്നെ മിക്കതും ഒറിജിനൽ ആയിരിക്കും. പക്ഷെ അവർ തെളിയിക്കേണ്ട സാഹചര്യം അവരുടെ തന്നെ ഒരു കടമയാണ്. അതുകൊണ്ട് ഇത് എത്രയും പെട്ടെന്ന് ഇത്തരത്തിൽ പെട്ടിട്ടുള്ളവർ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ അതൊന്ന് ശരിയാക്കി നിങ്ങളുടെ കൃത്യതയൊന്ന് വ്യക്തമാക്കി നൽകിയാൽ ഏറ്റവും നല്ലത്. ഇനി അഥവാ വ്യാജ ലൈസൻസുകൾ വഴി ജോലി നേടിയിട്ടുള്ളവരാണെങ്കിൽ ജോലി നഷ്ടപ്പെടുക മാത്രമല്ല, വലിയ തുക തന്നെ പിഴ കൊടുക്കേണ്ടി വരും. ഒരുപക്ഷെ ചിലപ്പോൾ നാടുകടത്തൽ, ഡീപോർട്ടേഷൻ വരെ സംഭവിക്കാം. കാരണം ഒരു കാരണവശാലും കള്ളത്തരങ്ങൾ വെച്ചു പൊറപ്പിക്കുന്ന ഒരു രാജ്യമല്ല ജർമ്മനി. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ലൈസൻസ് എടുത്തത് ഏജന്റുമാർ വഴിയാണോ അതോ നേരിട്ട് ടെസ്റ്റ് എഴുതിയാണോ എന്നത് ജർമ്മൻ നിയമത്തിൽ വളരെ പ്രധാനമാണ്. ഇനിയും വഞ്ചിക്കപ്പെട്ടവരാണെങ്കിൽ, അതായത് വ്യാജഗണത്തിൽ പെട്ടവരാണെങ്കിൽ വ്യാജരേഖ കൈവശം വെക്കുന്നത് ജർമ്മനിയിൽ കുറ്റകരമാണ്. നിങ്ങളുടെ ലൈസൻസിനെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരു വിദഗ്ധ ഉപദേശം തേടുന്നതും നല്ലതാണ്. ഇനി
ഇനിയും ജർമ്മനിയിലെ മലയാളി ഡ്രൈവർമാർ നേരിടുന്ന ഈ പ്രതിസന്ധിയെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള കാര്യങ്ങൾ കൂടി വെളിപ്പെടുത്തുമ്പോൾ ഈ ലൈസൻസ് കുരുക്ക് അതിൽ കൂടുതൽ അറിയേണ്ടത് എന്തുകൊണ്ട് കർണാടക അല്ലെങ്കിൽ ബംഗളൂരു പോലുള്ള അന്യ സംസ്ഥാന ലൈസൻസുകൾ വ്യാജമായി ഉണ്ടാക്കിയെടുക്കുന്നു എന്നതാണ്. അതിനെപ്പറ്റി നോക്കിയാൽ ജർമ്മനിയിലെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികൾക്ക് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ലൈസൻസ് ലഭിക്കുന്നതിനെ പറ്റിയുള്ള ക്രമക്കേടുകളെ കുറിച്ച് വ്യക്തമായ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ഒന്നാമത് ഇതിന്റെ സീരിയൽ നമ്പർ പരിശോധനയാണ്. പലപ്പോഴും ഏജന്റുമാർ വഴി ലഭിക്കുന്ന ലൈസൻസുകൾ ഒറിജിനൽ പോലെ ഇരിക്കുമെങ്കിലും അവയുടെ ഡാറ്റാബേസ് എൻട്രികൾ പഴയ ഡ്രൈവർമാരുടെയോ നിലവിലില്ലാത്ത ആളുകളുടെയോ അല്ലെങ്കിൽ മരിച്ചു പോയവരുടെയോ പേരിലോ നമ്പറിലോ ഒക്കെ ആയിരിക്കും. ഇത് ബാക്ക് ഡേറ്റഡ് ലൈസൻസ് ആയിട്ട് തന്നെയാണ് ഇവർ കാണുന്നത്. ചിലർ എക്സ്പീരിയൻസ് കാണിക്കാൻ വേണ്ടി പഴയ തീയതി വെച്ച് ലൈസൻസ് എടുക്കാറുണ്ട്. അതും ജർമ്മനിയിലെ സിസ്റ്റത്തിൽ ഇത് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ സാധിക്കും. ഇതിനകത്ത് ഇനിയും എംബസിയുടെ ഒരു പങ്കുണ്ട്. അതായത് അപ്പസ്തോൽ നടപടികൾ. ജർമ്മനിയിലെ ഒരു ഇന്ത്യൻ രേഖ ഔദ്യോഗികമായി അംഗീകരിക്കണമെങ്കിൽ അത് അപ്പസ്റ്റോയിൽ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ളവർ ലൈസൻസ് ഒറിജിനൽ ആണെന്ന് തെളിയിക്കാൻ ഇന്ത്യയിലെ റീജിയണൽ അപ്പസ്റ്റോൽ സെന്ററുകളിൽ നിന്ന് വെരിഫിക്കേഷൻ നടത്തേണ്ടി വരും. അതായത് ജർമ്മനിയിലെ ഇന്ത്യൻ എംബസിയിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ഓഫ് ഓതന്റിസിറ്റി തെളിയിക്കുകയാണെങ്കിൽ അത് ജർമ്മൻ മോട്ടോർ വാഹന വകുപ്പിന് മുന്നിൽ വലിയ തെളിവായി സ്വീകരിക്കുകയും ചെയ്യും. അത് മാത്രമല്ല, അടുത്തത് ടാക്കോമീറ്ററിലും അല്ലെങ്കിൽ ഡ്രൈവിംഗ് നിയമങ്ങളുമാണ്. ലൈസൻസ് പ്രശ്നത്തിന് പുറമെ മലയാളി ഡ്രൈവർമാർ ജർമ്മനിയിൽ നിയമക്കുരുക്കിൽ പെടുന്നത് ചിലപ്പോൾ വിശ്രമ സമയത്തിലെ മിസ്റ്റേക്കുകളാണ്. യൂറോപ്പിൽ ഡ്രൈവർമാരുടെ വിശ്രമ സമയം, അതായത് കമ്പ്യൂട്ടറൈസ്ഡ് ചിപ്പുകൾ ടാക്കോഗ്രാഫ് വഴി നിരീക്ഷിക്കുന്നുണ്ട്. ഇതിൽ ചെറിയ മാറ്റം വരുത്തിയാൽ പോലും ലൈസൻസ് റദ്ദാക്കപ്പെടാൻ ഏറെ സാധ്യതയല്ല, റദ്ദാക്കപ്പെടുക തന്നെ ചെയ്യും. അതുകൊണ്ട് അതിലും വ്യാജന്മാർ ഉണ്ടായിക്കഴിഞ്ഞാലും അത് ഓടിക്കുന്ന ആളിന് പണി കിട്ടും. അടുത്തത് ഭാഷാ പരിജ്ഞാനമാണ്. പലപ്പോഴും ജർമ്മൻ ഭാഷയിലുള്ള റോഡ് നിയമങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്തത് അപകടങ്ങൾക്കും നിയമലംഘനങ്ങൾക്കും കാരണമാകുന്നുണ്ട്. ഇതും അധികൃതരുടെ ശ്രദ്ധ ഇതിലേക്ക് വന്നാൽ അതും പണി കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗമാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു മുൻകരുതൽ എന്ന നിലയിൽ, അതായത് ചെക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടത് ഇപ്പോൾ ജർമ്മനിയിലാണെങ്കിൽ അല്ലെങ്കിൽ ജർമ്മനിയിലേക്ക് വരാൻ ഇരിക്കുന്നവരാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നന്നാകും. അതായത് ഓരോരുത്തരുടെയും ലൈസൻസ് അവരുടെ ഡിജി ലോക്കറിൽ ലഭ്യമാണോ എന്ന് നോക്കിയാൽ ഒരു പരിധിവരെ വിശ്വാസ്യത ഉറപ്പാക്കാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ RTO ലെറ്റർ ആണ്. ലൈസൻസ് എടുത്ത RTO ഓഫീസിൽ നിന്ന് അത് ഒറിജിനൽ ആണെന്ന് വ്യക്തമാക്കുന്ന ഒരു കത്തോ അല്ലെങ്കിൽ എക്സ്ട്രാക്റ്റോ, അതായത് ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്ട്രാക്റ്റോ കൂടി കയ്യിൽ കരുതിയാൽ അത് തെളിവായി എടുക്കാം. അത് മാത്രമല്ല, ഏജന്റുമാർ വഴി ലൈസൻസ് പുതുക്കാനോ മറ്റോ ശ്രമിക്കാതെ നേരിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ അതും ഒരുപക്ഷെ ഇവിടെ വില പോകുന്നതാണ്. അതുകൊണ്ട് വ്യാജന്മാരുടെ പുറകെ പോകാതെ നേരെ ചൊവ്വയുള്ള ലൈസൻസുമായി വരുന്നവർക്ക് പേടിക്കേണ്ട കാര്യമില്ലെന്നാണ് ഞങ്ങൾ പറയുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ ചെയ്തെടുത്താൽ നിങ്ങളുടെ ഒറിജിനൽ ലൈസൻസ് തന്നെ ഇവിടെ അപ്രൂവ് ചെയ്യപ്പെടും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയും ജോലി നഷ്ടപ്പെടുന്ന കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ, ലൈസൻസ് വ്യാജമാണെന്ന് കണ്ടാൽ ജോലി നഷ്ടപ്പെടും. അത് റെസിഡൻസ് പെർമിറ്റിനെയും ബാധിക്കും. ജർമ്മനിയിൽ ഡ്രൈവർ വിസയിൽ വന്നവർക്ക് ജോലി പോയാൽ നിശ്ചിത സമയത്തിനുള്ളിൽ മറ്റൊരു ജോലി കണ്ടെത്തുകയോ അല്ലെങ്കിൽ തിരികെ പോകേണ്ടി വരികയോ ചെയ്യുക. അതായത് ഡീപ്പോർട്ടേഷൻ ഇല്ലാതെ തന്നെ തിരികെ പോകേണ്ട അവസ്ഥയുണ്ടാവും ആ സമയത്തിനുള്ളിൽ പുതിയ ജോലി കണ്ടെത്തിയില്ലെങ്കിൽ. അതുകൊണ്ട് തന്നെ ഓരോരുത്തരുടെയും ഡ്രൈവറായിട്ടുള്ള ഓരോരുത്തരുടെയും ലൈസൻസ് സത്യസന്ധമായി എടുത്തതാണെങ്കിൽ ഭയപ്പെടേണ്ടതില്ല. എന്നാൽ രേഖകളിൽ എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറച്ചു പിടിച്ചാണെങ്കിൽ അല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ ജർമ്മൻ അധികൃതർ കർശന നടപടി എടുക്കുന്നതിന് മുമ്പ് ഒരു ലീഗൽ കൺസൾട്ടന്റിനെയോ അല്ലെങ്കിൽ എംബസിയോ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിച്ച് കൃത്യത ഉള്ളതാണെന്ന് മനസ്സിലാക്കി തെളിവോടെ ഹാജരാക്കിയാൽ അതിൽ നിന്നും രക്ഷ നേടാനാവും. ഇനിയും അടുത്തത്, കേരളത്തിലെ സ്മാർട്ട് കാർഡ് ലൈസൻസുകളിൽ ഹോളോഗ്രാം ഇല്ലാത്തതാണ് ജർമ്മനിയിലെ മലയാളി ഡ്രൈവർമാർക്ക് വലിയൊരു തലവേദനയായി മാറിയിരിക്കുന്നു. ഇത് ജർമ്മൻ അധികൃതരെ സംബന്ധിച്ചിടത്തോളം ഒരു ഔദ്യോഗിക രേഖയുടെ ആധികാരികത ഉറപ്പാക്കുന്ന പ്രധാന സുരക്ഷാ ഫീച്ചറുകളിൽ ഒന്നാണ് ഹോളോഗ്രാം. അതില്ലാത്തത് മിക്കപ്പോഴും വ്യാജം ആണെന്ന് തന്നെയാണ് ഇവിടുത്തെ മലയാളി ഡ്രൈവർമാർ ഇപ്പോൾ പറയുന്നത്. അത് ഇവർക്ക് നമ്മുടെ വാചകത്തിൽ നിന്ന് അത് സത്യമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൊടുത്താൽ മാത്രമേ ഇവർക്കത് സ്വീകാര്യമാവുകയുള്ളൂ. ഇനി ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ, ഹോളോഗ്രാം പ്രശ്നം അത് ജർമ്മൻ അധികൃതരുടെ നിലപാടും എങ്ങനെയാണ് ഇത് നമുക്ക് തിരിച്ചടിയായി വരുന്നത്, എന്തുകൊണ്ടാണ് ഹോളോഗ്രാം നിർബന്ധം ആക്കിയിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്നത് വളരെ ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങളുള്ള ഒരു ഡോക്യുമെന്റ് ആണ്. കേരള മോട്ടോർ വാഹന വകുപ്പ് നൽകുന്ന പല കാർഡുകളിലും ചിപ്പ് ഉണ്ടെങ്കിലും പുറമേ കാണാവുന്ന ഹോളോഗ്രാം ഇല്ലാത്തത് അത് ഫേക്ക് ആണെന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അല്ലെങ്കിൽ സെക്കൻഡ് ക്വാളിറ്റി കാർഡാണെന്ന തോന്നലാണ് ഇവർക്ക് അതുമൂലം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഫോട്ടോഷോപ്പിൽ നിർമ്മിച്ചെടുത്ത ഒരു കാർഡാണെന്ന് ഇവർ പലപ്പോഴും സംശയിക്കപ്പെടുന്നു. അത് ഹോളോഗ്രാമിന്റെ കുറവാണ് ഇവരിങ്ങനെ
അതിനെപ്പറ്റി പറയാൻ കാരണം. ഇനി കേരളത്തിലെ സാഹചര്യം നോക്കിയാൽ കേരളത്തിൽ കുറച്ചു കാലം മുമ്പ് വരെ നൽകിയിരുന്ന സ്മാർട്ട് കാർഡുകളിൽ പലതിലും ഹോളോഗ്രാം കൃത്യമായി ഉണ്ടായിരുന്നില്ല. എന്നാൽ കേന്ദ്ര ഗതാഗത മന്ത്രാലയം നിർദ്ദേശിച്ച സാരഥി മോഡൽ ലൈസൻസുകളിൽ ഇപ്പോൾ മികച്ച സുരക്ഷാ ഫീച്ചറുകൾ തന്നെയുണ്ട്. പഴയ കാർഡ് കൈവശമുള്ളവർക്കാണ് ജർമ്മനിയിൽ വെരിഫിക്കേഷൻ സമയത്ത് ഇപ്പോൾ പ്രശ്നങ്ങൾ നേരിടുന്നത്. ഈ പ്രശ്നം ജർമ്മനിയിൽ എത്തിയവർക്ക് പരിഹരിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ IDP, അതായത് ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ്, ഇന്ത്യയിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇന്റർനാഷണൽ പെർമിറ്റ് എടുക്കുന്നത് നല്ലതാണ്. ഇതിൽ ഹോളോഗ്രാം പ്രശ്നം സാധാരണ വരാറില്ല. അടുത്തത് ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്ട്രാക്ട് ആണ്. കേരളത്തിലെ RTO ഓഫീസിൽ നിന്ന് ലൈസൻസിന്റെ വിശദാംശങ്ങൾ അടങ്ങിയ ഔദ്യോഗിക എക്സ്ട്രാക്ട് വാങ്ങുക. ഇതിൽ സീലും ഒപ്പും ഉണ്ടാകും. ഇത് ജർമ്മൻ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് ഹാജരാക്കുന്നതാണ് എപ്പോഴും വിശ്വാസ്യത കൂട്ടുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അപ്പോസ്റ്റൈൽ ചെയ്യണമെങ്കിൽ ലൈസൻസ് ഒറിജിനൽ ആണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം സാക്ഷ്യപ്പെടുത്തുന്ന അപ്പോസ്റ്റൈൽ മുദ്ര പതിപ്പിക്കുന്ന ജർമ്മൻ അധികൃതരുടെ സംശയം മാറ്റാൻ സഹായിക്കും. അല്ലെങ്കിൽ പുതിയ കാർഡിന് അപേക്ഷിക്കുമ്പോൾ ലൈസൻസിൽ ഹോളോഗ്രാം ഇല്ലെങ്കിൽ അത് നാട്ടിലെ RTO വഴി പുതിയ സുരക്ഷാ ഫീച്ചറുള്ള PETG ബേസ്ഡ് സ്മാർട്ട് കാർഡായി ലൈസൻസിനായി അപേക്ഷിക്കണം. അത് ഓൺലൈൻ വഴിയായും സാധ്യമാകും. ഇനി അതുമല്ലെങ്കിൽ ഇന്ത്യൻ എംബസിയുടെ സഹായം തേടണം. ജർമ്മനിയിലെ ഇന്ത്യൻ എംബസിക്ക് പ്രശ്നത്തെക്കുറിച്ച് അറിവുണ്ടെന്നാണ് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഹോളോഗ്രാം ഇല്ലാത്തത് കേരളത്തിലെ പ്രിന്റിംഗ് രീതിയുടെ ഒരു പ്രത്യേകതയാണെന്നും അത് വ്യാജമല്ലെന്നും വ്യക്തമാക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് എംബസിയിൽ നിന്ന് ലഭിക്കാൻ ശ്രമിക്കുന്നതും വലിയ സഹായകമാകും. ചുരുക്കത്തിൽ ഹോളോഗ്രാം ഇല്ലാത്തത് ലൈസൻസ് വ്യാജമായതുകൊണ്ടല്ല, മറിച്ച് നമ്മുടെ പ്രിന്റിംഗ് സിസ്റ്റത്തിലെ പോരായ്മയാണെന്ന് ജർമ്മൻ ഉദ്യോഗസ്ഥരെ ബോധ്യപ്പെടുത്തുക എന്നതാണ് ഏക പോംവഴി. ഇതിനായി വെറും കാർഡ് മാത്രം കാണിക്കാതെ അനുബന്ധമായ ഔദ്യോഗിക രേഖകൾ, അതായത് ഡ്രൈവിംഗ് ലൈസൻസ് എക്സ്ട്രാക്ട് അല്ലെങ്കിൽ അപ്പസ്തോലയിൽ കൂടി കൈവശം വെച്ചിരുന്നാൽ അത് നിങ്ങൾക്ക് രക്ഷ നേടാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ, ഞങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ ബോധ്യത്തിൽ ചെയ്തെടുത്താൽ പ്രശ്നം പരിഹരിക്കാൻ പറ്റുന്നതുമാണ്. അതുപോലെ തന്നെ നിലവിൽ ജോലിയുള്ളവർക്ക് അവരുടെ ജോലി പോകാതെയും ജർമ്മനിയിൽ നിന്ന് തിരിച്ചു പോകേണ്ട അവസ്ഥയില്ലാതെയും രക്ഷപ്പെടാൻ സാധിക്കും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇനിയും ജർമ്മനിയിൽ ലൈസൻസ് എങ്ങനെ എടുക്കാം, ചെലവ് കുറിച്ച് എങ്ങനെ എടുക്കാം എന്നതിനെ പറ്റിയുള്ള വീഡിയോ കഴിഞ്ഞ നാളുകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിരുന്നു, ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, ഇത്തരം ഒരു പ്രശ്നമുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ ഇത് കേരളത്തിലെ നോർക്കയിൽ ഞങ്ങൾ ഇൻഫോം ചെയ്യാം. പ്രത്യേകിച്ച് ലോക കേരള സഭ അംഗമെന്നുള്ള നിലയിൽ നോർക്കയുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. ഇക്കാര്യങ്ങൾ എല്ലാം തന്നെ നോർക്കയിൽ പറഞ്ഞ് എന്തെങ്കിലും പോംവഴികൾ തരാമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. പ്രത്യേകിച്ച് ഈ ഹോളോഗ്രാമിന്റെ കാര്യത്തിൽ ഇനിയും പുതിയ പ്രിന്റിംഗ് സിസ്റ്റം എങ്ങനെ അത് നേരെ ചൊവ്വേ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ള കാര്യം കൂടി നോർക്കയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഈ അവസരം ഉപയോഗിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകിക്കൊണ്ട് ഇക്കാര്യത്തിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന ആശംസയോടുകൂടി നന്ദി, നമസ്കാരം. ഇതോടെ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയും ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോട് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.